ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഇന്ന് മെയ് 18 തിരുസഭ മാതാവ് വചന വിചിന്തനമായി നമുക്ക് നൽകുന്ന സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. പത്രോസിനും യോഹന്നാനുമുള്ള വ്യത്യസ്ത ദൗത്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നത്. യോഹന്നാന്റെ എടുത്തു കാണിക്കാവുന്ന പ്രത്യേകതയാണ് ഇന്നത്തെ സുവിശേഷം. യേശുവിൻ്റെ വത്സല ശിഷ്യൻ, യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവൻ, യേശുവിനെ തൻ്റെ തൂലികയിലൂടെ നമുക്കായി പങ്കുവച്ചവൻ. അതേ, നാം ഓരോരുത്തരും യേശുവിൻ്റെ വത്സല മകൾ ആകുവാൻ വേണ്ടി വിളിക്കപ്പെട്ടതാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സുവിശേഷ ഭാഗമാണിത്. പത്രോസിൻ്റെ ജോലി മറ്റുള്ളവരുടെ കാര്യമോർത്ത് വ്യസനിക്കാതെ യേശു തന്നെ ഏൽപ്പിച്ച ജോലികൾ കൃത്യതയോടെ ചെയ്യുക എന്നതാണ് ഇന്നത്തെ സുവിശേഷം നമ്മളോട് പറയുന്നു. അവ ആടുകളെ മേയ്ക്കുക, യേശുവിനെ അനുഗമിക്കുക എന്നിവയൊക്കെയാണ്. ഓരോരുത്തർക്കും അവൻ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങളുണ്ട്. പൗലോസ് ശ്ലീഹായ്ക്ക് ലോകത്തിൻ്റെ അതിർത്തികൾ വരെ യേശുവിനെ പ്രഘോഷിക്കുക എന്ന ദൗത്യമാണ് ലഭിച്ചത്. പത്രോസിന് ലഭിച്ചത് അജപാലന ദൗത്യമാണ്. യോഹന്നാന് ലഭിച്ച ദൗത്യം യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുകയും അവസാനം സമാധാനത്തിൽ ആശ്വസിക്കുകയും ചെയ്യുക എന്നതാണ്. ഇതിലേതാണ് കൂടുതൽ ശ്രേഷ്ഠമെന്ന് ചിന്തിക്കേണ്ടതില്ല. 3 വഴികളും ദൈവമഹത്വത്തിലുള്ള വഴികളാണ്. ഓരോരുത്തരും യേശുവിനെ സേവിക്കേണ്ടത് യേശു ഏൽപ്പിക്കുന്ന ദൗത്യം പൂർത്തീകരിച്ചു കൊണ്ടാകണമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇതാണ് ഇന്ന് നമ്മളോടും പറയുന്നത്. നാം മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങളെ പരിശോധിച്ച് വിലയിരുത്തി അതിൽ പോരായ്മകൾ കണ്ടെത്തേണ്ടവരല്ല, മറിച്ച് നമ്മുടെ ജോലി, നമ്മുടെ ദൗത്യം നിറവേറ്റി നമ്മുടെ ഓട്ടം പൂർത്തിയാക്കുക എന്നതാണ് സാരം. നമുക്ക് ഓരോരുത്തർക്കും, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അവരുടേതായ ദൗത്യങ്ങൾ യേശു ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യം നമ്മൾ എത്രമാത്രം സന്തോഷത്തോടെയും ഉത്സാഹത്തോടെയും നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന ആത്മശോധന ചെയ്യുവാനുള്ളൊരു ദിവസം കൂടിയാണിത്. ദൈവം സംസാരിക്കുമ്പോൾ ക്ഷമാപൂർവം നമ്മൾ ശ്രവിക്കണം. പെട്ടെന്ന് തന്നെ നിഗമനങ്ങളിലേക്ക് എടുത്തു ചാടരുത് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. നാം ചിലപ്പോൾ ഊഹങ്ങളുടെ വെളിച്ചത്തിൽ ചില നിഗമനങ്ങളിലെത്തും. നമ്മളെക്കാൾ ഉപരി മറ്റുള്ളവരുടെ ജീവിതത്തിലേക്കും അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്കും ഊന്നൽ കൊടുക്കുന്നവരാണ് പലപ്പോഴും നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൻ്റെ ആ പ്രാധാന്യവും നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യത്തിൻ്റെ ആ പ്രധാനപ്പെട്ട ഘടകങ്ങളൊന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണമെന്നില്ല. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ പ്രധാനമായും കാണുന്നത് യോഹന്നാനും പത്രോസിനും സഭയുടെ 2 മുഖങ്ങളാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 2 പേരുടെയും സ്വഭാവ സവിശേഷതകൾ വിഭിന്നമാണ്. അതേസമയം ഇത് രണ്ടും സഭയ്ക്ക് ആവശ്യമുള്ളതാണ്. പത്രോസ് ഊർജ്ജസ്വലതയുള്ള വ്യക്തിയും പ്രവർത്തനങ്ങളുടെ മനുഷ്യനുമാണ്. അദ്ദേഹം പ്രഭാഷകനാണ്. ഒറ്റ പ്രസംഗം കൊണ്ട് 3000 പേരെ സഭയിലേക്ക് ആകർഷിക്കുവാൻ കഴിവുള്ളവനാണ്. യോഹന്നാൻ നിശബ്ദനും പ്രശാന്തനും സ്നേഹിക്കുന്ന വ്യക്തിയുമാണ്. ധ്യാനത്തിൻ്റെ ആത്മീയത നിറഞ്ഞവനാണ്. യോഹന്നാൻ എല്ലാം വീക്ഷിക്കുവാനുള്ള ദീർഘായുസ്സും ദൈവം നൽകി. 2 തരം വരങ്ങളും സഭയ്ക്ക് ആവശ്യമാണ്. ഒന്നിനെയും അവജ്ഞയോടെ കാണേണ്ടവരല്ല നമ്മൾ ഓരോരുത്തരും. ഇത് തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളും ചിന്തിക്കേണ്ടത്. ഒരു പള്ളിയിൽ ഒരുപാട് ആളുകളുണ്ടാകും. പലരും പല രീതിയിൽ കഴിവുള്ളവരായിരിക്കും. പക്ഷെ എല്ലാവരെയും സഭയ്ക്ക് ആവശ്യമുണ്ട്. ദൈവരാജ്യത്തിൻ്റെ തുടർന്ന് കൊണ്ടുപോകുന്നതിന് നമുക്ക് എല്ലാവരുടെയും ദൗത്യങ്ങളും കഴിവുകളും നമുക്ക് അത്യാവശ്യമാണ്. നമ്മൾ ആരെയും ഓർത്ത് അമിതമായി ഉത്കണ്ഠകരാകരുത് എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഊർജം കെടുത്തിക്കളയും. മറ്റൊരുവൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നത്? പത്രോസ് ഇവൻ്റെ കാര്യമോ എന്ന് ചോദിക്കുമ്പോൾ, ഇവൻ ദീർഘകാലം ജീവിക്കണമെന്നാണ് എനിക്കിഷ്ടമെങ്കിൽ നിനക്കെന്ത് എന്നൊരു ചോദ്യം പത്രോസിനോട് യേശു തിരികെ ചോദിക്കുകയാണ്. ഇത് പലപ്പോഴും യേശു നമ്മളോട് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴുമായി ചോദിക്കുന്നുണ്ട്. മറ്റുള്ളവരെ നമ്മൾ അന്യമായി വിധിക്കുമ്പോൾ, മറ്റുള്ളവരെ നമ്മൾ വിമർശിക്കുമ്പോൾ, മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ നമുക്ക് അസൂയ ഉണ്ടാകുമ്പോൾ, മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ നമുക്ക് സങ്കടമുണ്ടാകുമ്പോഴൊക്കെ യേശു നമ്മളോടും ചോദിക്കുന്നുണ്ട്, അവൻ്റെയോ അവളുടെയോ കാര്യത്തിൽ നീ എന്തിന് അമിതമായി ചിന്തിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം നമ്മളോട് പ്രധാനമായിട്ടും ഒരു കാര്യം
പ്രത്യേകം എടുത്തു പറയുന്നു. അവനോടൊപ്പം ആയിരിക്കുക എന്നതാണത്. യോഹന്നാനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശുവിൻ്റെ കൂടെയായിരുന്ന, യേശുവിൻ്റെ ഹൃദയമിടിപ്പ് അനുഭവിച്ചവനായിരുന്നു യോഹന്നാൻ. നമുക്ക് നമ്മളെ തന്നെ ഒരുക്കണമെങ്കിൽ അവൻ്റെ സാന്നിധ്യം നമുക്ക് അത്യാവശ്യമാണ്. നമ്മൾ ഒരിക്കലും നമ്മളെ തന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് ജീവിക്കരുത് എന്ന സന്ദേശവും കൂടി ഇന്നത്തെ സുവിശേഷം നമുക്ക് ലഭിക്കുന്നു. നാം ഒരു പരാതിക്കാരൻ മാത്രമായി ജീവിതം തള്ളി നീക്കരുത്. എപ്പോഴും മറ്റുള്ളവരെക്കുറിച്ചുള്ള പരാതികളും പ്രയാസങ്ങളുമാണ് നമ്മുടെ ഹൃദയത്തിലെങ്കിൽ എങ്ങനെയാണ് ആ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക? പലപ്പോഴും നമ്മൾ പറയാറുള്ള വാക്കുകളുണ്ട്. ഈ വ്യക്തി ദേവാലയത്തിൽ പോകാറില്ല, ദശാംശം കൊടുക്കാറില്ല, കൂദാശകൾ സ്വീകരിക്കുന്നില്ല, എന്നിട്ടും അവന് വലിയ അഭിവൃദ്ധി ദൈവം കൊടുക്കുന്നു എന്ന്. എന്നാൽ ഞാൻ കുർബാനയിൽ പങ്കുചേരുന്നു, ദശാംശം കൊടുക്കുന്നു, പ്രാർത്ഥന സമ്മേളനങ്ങൾ നടത്തുന്നു, എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം പ്രയാസങ്ങളും വേദനകളും ദുരന്തങ്ങളുമാണ് സംഭവിക്കുന്നത്. ഇവിടെ പത്രോസിന് കൊടുക്കുന്ന ഉത്തരമാണ് നമുക്ക് ഓരോരുത്തർക്കും ദൈവം തരിക. ഞാൻ വരുന്നത് വരെ ഇവൻ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ നിനക്കെന്ത്? നിന്റെ ജോലി യേശുവിൽ ശരണം വെച്ച് മനസ്സാക്ഷി അനുസരിച്ച് ജീവിക്കുകയും എന്നെ അനുഗമിക്കുകയും ചെയ്യുക എന്നാണ്. സ്നേഹമുള്ളവരെ, യേശുവിനെ അനുഗമിച്ച് അവനോട് ചേർന്ന് ജീവിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. പരാതികളില്ലാത്തൊരു മനുഷ്യനായി നമുക്ക് ജീവിക്കാം. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നമ്മുടെ സന്തോഷം കൂടി ചേർത്ത് വെക്കുവാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടി മനോഹരമാകുമെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.